അതെ അവിടെ വരെ പോയിട്ട് അതെ അക്കര വരെ നീന്തിയിട്ട് ഇതേ ഇപ്പം ഇവിടെ എത്തി ഇവൻ. പിടിക്കാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇത് ഇന്നേ ഡേവിഡിനെയും കൊണ്ട് ഇവിടെ പുഴയിലൊന്ന് കുളിക്കാൻ വന്നിരിക്കുക. ഇത് ഇവിടെ ഡാം വന്നാൽ പിന്നെ നമുക്ക് ഇറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. പക്ഷേ ഇവിടെ ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ ഒരു വഴിയൊക്കെ വെട്ടിത്തെളിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ കൂടെ ഇറങ്ങി താഴെ പോയിട്ടേ കുളിക്കണം. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് ഇറങ്ങാം. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വീടിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് കേട്ടോ പുഴ. അപ്പോൾ നമുക്കൊരു 2 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. പണ്ട് വീടിൻ്റെ മുന്നിൽ തന്നെ കുളിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഡാം വന്നതിൽ പിന്നെ അങ്ങോട്ട് ഇറങ്ങാനും അവിടെ കുളിക്കാനൊക്കെ ഒരു സൗകര്യമില്ല. ഭയങ്കര ചെളിയും ഭയങ്കര ആഴമൊക്കെയാണ്. അതുകൊണ്ട് കുറച്ച് മുകളിലോട്ട് നടന്ന് അവിടെയാണ് പോയി കുളിക്കുന്നത് ഇന്ന്. നാട്ടിൽ വന്നാൽ പിന്നെ ഡേവിഡ് പപ്പായുടെ പുറകിൽ നിന്ന് മാറത്തില്ല. പപ്പായാണെങ്കിൽ ഇവനെ കുളിക്കാൻ കൊണ്ടുപോകും, കടയിൽ കൊണ്ടുപോകും. അപ്പോൾ ഇങ്ങനെ ഇന്നിപ്പോൾ രാവിലെ ശല്യം ചെയ്ത് ഇന്ന് കുളിപ്പിക്കാൻ കൊണ്ടുപോകാം. ഇവിടെയൊക്കെ ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി ഒരു സജ്ജീകരണമാക്കിയിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു മോട്ടറുണ്ട്. ഇതാണ് പുഴ. പിന്നെ നിറഞ്ഞിരിക്കും കേട്ടോ. നല്ല ആഴാണ് ഇവിടെ. ഇത് ഇപ്പോൾ ഉണ്ടോ വെള്ളം ഒഴുക്ക് ചെറുതായിട്ടുണ്ട്. കാരണം ഡാം ഇട്ടിട്ട് ഒരു 2-3 ആഴ്ച ആയിട്ടുള്ളൂ, 2 ആഴ്ച ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാം അങ്ങ് നിറഞ്ഞു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയ ഒഴുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഡേവിഡൊക്കെ ഇവിടെയാണ് കുളിക്കാൻ പോകുന്നത്. കണ്ടോ, രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് ഇറങ്ങി. നല്ല രസമാണ് ഇവിടെ കാണാനൊക്കെ. ഇല്ലിയൊക്കെ വളർന്നതൊക്കെ വെട്ടിത്തെളിച്ച് ഡേവിഡ് സർവ്വസജ്ജനായി ഇരിക്കുകയാണ്. ഉണ്ടോ നല്ല ഈ എല്ലിക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെയൊക്കെ ഇങ്ങോട്ട് ഇതിലെ കൂടെയാണ് ഇറങ്ങേണ്ടത്. അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ പാറയുണ്ട്, അവിടെ കയറി കുളിക്കുകയൊക്കെ ചെയ്യാം. ഡേവിഡിന് എന്നും കുളിക്കാൻ പോകണം, രാവിലെയും വൈകുന്നേരമൊക്കെ. അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ കൊണ്ടുവന്നതാണ് പുള്ളിക്ക്. പക്ഷേ ഇവിടെ കുളിക്കാൻ പോകുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല. തണുപ്പ്, വെള്ളത്തിന് തണുപ്പാണ്. ഇവിടെയുള്ളവർക്കൊക്കെ ഉണ്ടല്ലോ ഈ പുഴയെക്കുറിച്ച് നന്നായിട്ടറിയാം. കാരണം അവർ ചെറുപ്പം മുതലേ കുളിച്ചും കളിച്ചൊക്കെ വളരുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ പണ്ട് മുതലേ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ പുഴയുടെ ഘടനയെക്കുറിച്ചൊക്കെ നന്നായിട്ടറിയാം. ഇപ്പോൾ ഡാം വന്നതിൽ പിന്നെ വല ഇടിയിലും ചൂണ്ടയിടിയിലൊക്കെ തീർത്തും കുറഞ്ഞു. കാരണം അതിനുള്ള ബുദ്ധിമുട്ടുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുഴയിൽ ഇഷ്ടം പോലെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡാം ഇട്ടതിൽ പിന്നെ അവരെ ഒരു വളർത്തുമീനായിട്ട് നമ്മുടെ വാഹവരാലിനെ ഇട്ടു. അതിൽ പിന്നെ നമുക്ക് വലയിലാണെങ്കിലും അധികം മീൻ കിട്ടുന്നില്ല. ചൂണ്ട കിട്ടുന്നാൽ ഈ മീൻ വിട്ട് കിട്ടുന്നുമില്ല. ഓക്കെ. ഡേവിഡിനെ ഇവിടെ അയർലൻഡിൽ നീന്താൻ വിട്ടായിരുന്നേ. അപ്പോൾ ഓരോ ആഴ്ചയിലും ഒരു ദിവസം വെച്ചിട്ടാ. അപ്പോൾ അവിടെ നിന്നൊന്നും നീന്തൽ പഠിച്ചില്ല. ഇപ്പോൾ ഇപ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ടും ഇപ്രാവശ്യം കൊണ്ട് അത്യാവശ്യം നീന്തൽ പഠിച്ചു. ഡേവിഡേ, അക്കരയ്ക്ക് നീന്തുവോ? എന്നാൽ റെഡി സ്റ്റഡി ഗോ. ഇപ്പോൾ കുറച്ച് ദിവസമായി പപ്പ പറയുന്നു ഇവനെ ഈ പുഴയുടെ അക്കരയൊന്ന് നീന്തിക്കണം എന്ന്. അപ്പോൾ ഇന്ന് രാവിലെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. പുള്ളിക്ക് ഇവിടെ വന്നത് ഇഷ്ടപ്പെട്ടില്ല. കാരണം വേറൊരു സ്ഥലമുണ്ട്, ആ ഒരു പാലത്തിൻ്റെ അടുത്ത്. ഏതായാലും ഇന്ന് വന്നു. രണ്ടുപേരും നീന്തുവാണ്. പപ്പ അവൻ്റെ കൂടെ നീന്തുന്നുണ്ട്. ലൈഫ് ജാക്കറ്റ് ഇട്ടാണ് നീന്തുന്നത്. ഏതായാലും പുള്ളി അക്കരെ എത്തും. കാരണം വളരെ ഈസി ആയിട്ട് നീന്തുന്നുണ്ട്. രണ്ടുപേരും അക്കരെ എത്തി. ലൈഫ് ജാക്കറ്റ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നീന്തി പോകുന്നത്. എന്തായാലും ലൈഫ് ജാക്കറ്റ് കൊണ്ട് ഇത്രയും നീന്തിയല്ലോ അവൻ. ലൈഫ് ജാക്കറ്റ് ഇല്ലെങ്കിൽ അവന് കുറച്ച് ദൂരെ നീന്തുള്ളൂ. ആരെങ്കിലും കൂടെയുണ്ട്, പിന്നെ പേടിയാണ്. ഓ, ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു 50 മീറ്റർ നീട്ടുണ്ടാവും. ആദ്യമായിട്ടോ അവൻ ഇങ്ങനെ ഇപ്പോൾ അക്കരയ്ക്ക് നീന്തുന്നത്.
അവിടെ പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ അവൻ. അതെ അവിടെ വരെ പോയിട്ട് അതെ അക്കരെ വരെ നീന്തിയിട്ട് ഇപ്പൊ ഇവിടെ എത്തി ഇവൻ. പിടിക്കാം. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ യൂട്യൂബിലിരുന്ന് കാണുന്നത് ഡേവിഡ് ആയിരിക്കും. കാരണം നാട്ടിൽ വന്നിട്ട് ലീവിന് ചെയ്ത കാര്യങ്ങളൊക്കെ ഇവൻ എൻ്റെ ഫോൺ നോക്കിയിരുന്ന് കാണാറുണ്ട്. എന്നാ കാണിക്കുവാടാ? അത് കുഴപ്പമില്ല. ഇവിടെയാണ് നമ്മൾ ഇറങ്ങി വന്നത് കേട്ടോ, കുളിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്നിട്ട് ഇവിടെ ചെറിയൊരു ഗ്യാപ്പിലൂടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് കുളിക്കാം. നീന്തൽ അറിയാവുന്നവർ മാത്രമേ ഇവിടെ വരാവുള്ളൂ. കാരണം ഭയങ്കര ഇറങ്ങുമ്പോഴേ ആഴാണ് കേട്ടോ. എവിടെ ഇനി നീന്തുന്നുണ്ടോ അക്കരയ്ക്ക്? ഇനി നീന്തുണ്ടോ? ഡേവിഡിനെ കൊണ്ട് കുളിക്കാൻ വന്നുള്ളൊരു കുഴപ്പം, സമയത്തിന് നമുക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. പുള്ളിക്ക് എത്ര കുളിച്ചു കഴിഞ്ഞെന്നാലും മതിയാകത്തില്ല. അവനിങ്ങനെ അവിടെ കടന്നുകൊണ്ടിരിക്കും. ചിലപ്പം തോർത്തി കഴിയുമ്പോൾ വീണ്ടും വെള്ളത്തിലേക്കൊക്കെ എടുത്തിയാടും. ഇന്നും അതേ അവസ്ഥയാണ്. അയർലൻഡിൽ ഒരു 5-6 സെഷൻ പഠിച്ചെന്നാലും കിട്ടാത്ത അത്രയും നീന്തലാണ് ഇപ്പോൾ പഠിച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ പുഴയും പുഴയോടനുബന്ധിച്ച സ്ഥലങ്ങളൊക്കെ ഭയങ്കര മനോഹരമാണ് കേട്ടോ കാണാൻ. പ്രത്യേകിച്ച് ഒരാൾക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഡേവിഡിനോട് കയറാമെന്ന് പറഞ്ഞിട്ട് അവന് പാറയെന്ന് ചാടണം, തലകുത്തി മറിയണം, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. See you all with another video. Bye bye.